ആഫ്രിക്കൻ കാടുകളുടെ നിശബ്ദതയിൽ ഓരോ ചുവടും കൃത്യത, ഓരോ നീക്കവും വേട്ടയുടെ കല. ഇതാണ് ആഫ്രിക്കൻ ലെപ്പേർഡ്, കാടിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള വേട്ടക്കാരൻ. മരങ്ങളുടെ മുകളിലേക്ക് സ്വന്തം ഇരയെ വലിച്ചു കയറ്റാൻ കഴിയുന്ന അതിശക്തൻ. ഇരുട്ടിലും അതിവിശദമായി കാണുന്ന കണ്ണുകൾ. ഒറ്റയ്ക്ക് ജീവിച്ചാലും വനത്തിന്റെ രാജകീയ സാന്നിധ്യമായി അറിയപ്പെടുന്ന മഹാവേട്ടക്കാരൻ. ഇന്ന് PK സീക്രട്ട് ട്രെയിൽസിനൊപ്പം ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലേക്ക് യാത്ര തിരിക്കാം. ഈ അദ്ഭുത ജീവിയുടെ ജീവിതം, വേട്ടയാടുന്ന തന്ത്രങ്ങൾ, അതിജീവനത്തിന്റെ കഥകൾ, പ്രകൃതിയുടെ വിസ്മയങ്ങൾ എല്ലാം നമുക്കടുത്തറിയാം. ഇത് വെറുമൊരു വന്യമൃഗത്തിന്റെ കഥയല്ല, പ്രകൃതിയുടെ ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. ഞാൻ ശ്യാം, നിങ്ങൾ കാണുന്നത് PK സീക്രട്ട് ട്രെയിൽസ്. കൂടുതൽ വന്യജീവി ആത്മീയ യാത്രാവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി തുടങ്ങാം നമ്മുടെ ഇന്നത്തെ സാഹസിക യാത്ര. ആഫ്രിക്കൻ ലെപ്പേർഡ് പാന്തറ പാർഡസ് പാർഡസ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഇണങ്ങിച്ചേരാനുള്ള കഴിവുള്ള വന്യജീവികളിൽ ഒന്നാണ്. വ്യത്യസ്ത കാലാവസ്ഥകളിലും ഭൂപ്രകൃതികളിലും ജീവിക്കാൻ കഴിയുന്നതിനാൽ ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിൽ ഇവയെ കാണാം. മഴക്കാടുകൾ മുതൽ തുറന്ന സവന്നകൾ വരെയും പാറക്കെട്ടുകൾ നിറഞ്ഞ മലനിരകൾ മുതൽ അർദ്ധമരുഭൂമി പ്രദേശങ്ങൾ വരെയും ഇവയുടെ സാന്നിധ്യമുണ്ട്. ആഫ്രിക്കൻ ലെപ്പാർഡിന്റെ പ്രധാന ആവാസ വ്യവസ്ഥ സവന്നയാണ്. വിശാലമായ പുല്ലിൻ പ്രദേശങ്ങളും ഇടയ്ക്കിടെ വളരുന്ന അക്കേഷ്യ പോലുള്ള മരങ്ങളും ഇവയ്ക്ക് ഒളിഞ്ഞിരുന്ന് വേട്ടയാടാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. ഇംപാല, ഗസൽ, വാർത്തോക്ക് തുടങ്ങിയ ഇരകളെ ഇവിടെ ധാരാളമായി കണ്ടെത്താം. ഇടതൂർന്ന വനങ്ങളിലും ഉഷ്ണമേഖലാ മഴക്കാടുകളിലും ലെപ്പാർഡുകൾ വളരെ നന്നായി ജീവിക്കുന്നു. കട്ടിയുള്ള സസ്യവളർച്ച ഇവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് മറഞ്ഞിരിക്കാനും ഇരയെ പതിയിരുന്ന് ആക്രമിക്കാനും സഹായിക്കുന്നു. കുരങ്ങുകൾ, ചെറുമാൻ, പക്ഷികൾ എന്നിവയാണ് ഇവിടെയുള്ള പ്രധാന ഇരകൾ. ഉയർന്ന മലപ്രദേശങ്ങളിലും പാറകൾ നിറഞ്ഞ പ്രദേശങ്ങളിലും ലെപ്പാർഡുകൾക്ക് മികച്ച ആവാസ വ്യവസ്ഥ ലഭിക്കുന്നു. പാറകളുടെ ഇടയിലും ഗുഹകളിലും വിശ്രമിക്കുന്ന ഇവ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇരയെ നിരീക്ഷിച്ച് അതിവേഗത്തിൽ ആക്രമിക്കുന്നു. വെള്ളം കുറവുള്ള അർദ്ധമരുഭൂമി പ്രദേശങ്ങളിലും ആഫ്രിക്കൻ ലെപ്പാർഡുകൾ ജീവിക്കുന്നു. ഇവിടെ ഇരയും വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വിശാലമായ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാണ് ഇവ അതിജീവിക്കുന്നത്. വെള്ളം കുറവുള്ള അർദ്ധമരുഭൂമി പ്രദേശങ്ങളിലും ആഫ്രിക്കൻ ലെപ്പാർഡുകൾ ജീവിക്കുന്നു. ഇവിടെ ഇരയും വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വിശാലമായ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാണ് ഇവ അതിജീവിക്കുന്നത്. ആഫ്രിക്കൻ ലെപ്പാർഡിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഴിവ് മരങ്ങളിൽ അതിവേഗം കയറുന്നതാണ്. വേട്ടയാടിയ ഇരയെ സിംഹം, ഹൈന, കാട്ടുനായ തുടങ്ങിയ ശക്തരായ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ മരക്കൊമ്പുകളിലേക്ക് വലിച്ചു കയറ്റും. സ്വന്തം ശരീരഭാരത്തേക്കാൾ ഭാരമുള്ള ഇരകളെ പോലും മരത്തിലേക്ക് ഉയർത്താൻ ഇവയ്ക്ക് കഴിയും. ഒരു പ്രദേശം ആവാസ വ്യവസ്ഥയായി തെരഞ്ഞെടുക്കുമ്പോൾ ലെപ്പാർഡുകൾ പ്രധാനമായും 4 കാര്യങ്ങൾ പരിഗണിക്കുന്നു. ധാരാളം ഇര ലഭ്യമാകണം, ഒളിഞ്ഞിരിക്കാനും വിശ്രമിക്കാനും അനുയോജ്യമായ സസ്യവളർച്ചയോ പാറകളോ ഉണ്ടായിരിക്കണം, വെള്ളത്തിന്റെ ലഭ്യത വേണം, മനുഷ്യരുടെ ഇടപെടൽ താരതമ്യേന കുറവായിരിക്കണം. സിംഹം, ഹൈന, കാട്ടുനായ തുടങ്ങിയ ശക്തരായ മത്സരാർത്ഥികളുള്ള പ്രദേശങ്ങളിലും ആഫ്രിക്കൻ ലെപ്പേർഡ് വിജയകരമായി ജീവിക്കുന്നു. അതിന്റെ നിശബ്ദ സഞ്ചാരം, ഒളിഞ്ഞിരുന്ന് വേട്ടയാടുന്ന കഴിവ്, മരങ്ങളിൽ കയറാനുള്ള മികവ്, വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയാണ് ഇതിനെ ആഫ്രിക്കയിലെ ഏറ്റവും വിജയകരമായ വലിയ പൂച്ചകളിൽ ഒന്നാക്കി മാറ്റുന്നത്. PK സീക്രട്ട് ട്രെയിൽസിന്റെ അടുത്ത എപ്പിസോഡിൽ ആഫ്രിക്കൻ ലെപ്പേർഡിന്റെ വേട്ടയാടുന്ന തന്ത്രങ്ങൾ, രാത്രികാല ജീവിതം, കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി, അതിജീവനത്തിന്റെ അത്ഭുതങ്ങൾ എന്നിവ അടുത്തറിയാം. PK സീക്രട്ട് ട്രെയിൽസിനെ പിന്തുണയ്ക്കുന്ന ഓരോ പ്രേക്ഷകനും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും. ഇത്തരം വന്യജീവി ആത്മീയ യാത്രാവിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ ഉടൻ ലഭിക്കാൻ ബെൽ ഐക്കണും അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കൂ. അടുത്തൊരു അത്ഭുതകരമായ യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം.
ഞാൻ ശ്യാം. നിങ്ങൾ കണ്ടത് PK സീക്രട്ട് ട്രെയിൽസ്. നന്ദി, വീണ്ടും കാണാം. നമസ്കാരം.